ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ നികിടുവിൻ്റെ ബർത്ത്ഡേ ആണ്. നികിടുവിന് ഇന്ന് 2 വയസ്സ് തികയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകണം. എൻ്റെ നിഹാര നല്ല ഉറക്കമാണ്. അപ്പോൾ നിഹാര ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ പോയിട്ട് വരണം എന്നാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമുക്ക് നികിടുവിൻ്റെ ബർത്ത്ഡേ കാണാൻ വളരെ ഭയങ്കര ആഘോഷമൊന്നുമില്ല, ചെറുതായിട്ട് മിനിമം ലെവലിലാണ് നമ്മളിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കാണാം. ഇതൊക്കെ പറഞ്ഞ് സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഞാൻ എടുത്തിറങ്ങി. ഇതെന്താ നിഹാര ഉണർന്നിരിക്കുകയാണ്. നിഹാര ഉണർന്ന് അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന ഭാഗത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടി പാഴിപ്പോയായിരുന്നു. അപ്പോൾ വണ്ടി ശരിയാക്കാൻ വേണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി കല്ലറയെത്തി. കല്ലറയിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇനി കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കേക്ക് വാങ്ങിച്ച് വീടെത്തിയപ്പോൾ നിഹാരയ്ക്ക് ആ കേക്ക് കണ്ടപ്പോൾ തൊട്ട് നിഹാരയ്ക്ക് ആ കേക്ക് വേണം. അതിന് വേണ്ടി നിഹാര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അച്ചാച്ചനും അമ്മാമ്മയും എത്തിയിട്ടുണ്ട് നിഹാരയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അച്ചാച്ചെത്തി. അമ്മാമ്മയെ കാണുമ്പോൾ തന്നെ നിഹാര ചാടി അങ്ങ് വീഴും. അമ്മാമ്മയെ കാണുമ്പോൾ എന്തോ ഒരു അഡിഷൻ പോലെയാണ് നിഹാരയ്ക്ക്. അപ്പോൾ നിഹാര കരിയൊക്കെ വരച്ചിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മാമ്മയ്ക്ക് വന്നത്. അപ്പോൾ ബാക്കിയൊന്നും പൗഡറൊന്നും മാച്ചുകളതിനൊന്നും സമ്മതിച്ചില്ല. അപ്പോഴേതാ ചാടി വീണ് അമ്മമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കണം. ആ ഒരു കള്ള ലക്ഷണം കണ്ട മുഖത്ത് എൻ്റെ അമ്മമ്മയെ കിട്ടിയെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അപ്പോഴിങ്ങനെ കാണിക്കണേടാ പൗഡർ മാച്ചില്ല എന്നുള്ളതാണ് ഇങ്ങനെ സിമ്പിളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിഹാര ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ചേച്ചി വാങ്ങിച്ചു കൊടുത്തതാണ്. ഈ കയ്യിലെടുത്തിരിക്കുന്ന ഡ്രസ്സ് ഇപ്പോൾ അമ്മാമ്മ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നിഹാരയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അമ്മാമ്മ കറക്റ്റ് അളവിലും സൈസിലാണ് എപ്പോഴും നിഹാരയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ കറക്റ്റ് പക്കയായിട്ടായിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മ ഇടുന്ന ഡ്രസ്സ് ഇടാനും അമ്മമ്മയോട് കളിക്കാനും ഒക്കെ. അതുപോലെ തന്നെയാണ് അച്ചാച്ചൻ്റെ കൂടെയും. അമ്മമ്മ കുറേ പുളിമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മാമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് നിഹാര. ഈ സാധനങ്ങളെല്ലാം അമ്മമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ബിരിയാണിയാണ് ഇന്ന് നിഹാരയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി ഞാൻ വയ്ക്കും, കറി അമ്മ ഉണ്ടാക്കും, ഫ്രൈ അമ്മമ്മ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മമ്മ കൊണ്ടുവന്ന ഫ്രൂട്ട് ടീയാണ് ഓരോണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മമ്മ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വാരിയിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്ന് അവർക്ക് എന്തൊക്കെയുണ്ട് അമ്മമ്മ എന്തൊക്കെ കൊണ്ടുവരുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടീംസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എത്തി. ചേച്ചിയും ധ്രുതിയും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ധ്രുതി അമ്മയെടുത്ത് ചാടി അമ്മയുടെ തോളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങനെ ആഘോഷമൊന്നുമില്ല, എന്നാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ അമ്മാമ്മ ഇവർ പറഞ്ഞുകൊണ്ട് അവർക്കുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ധ്രുവനും ധുതിക്കും ഒക്കെ ഉള്ള. അപ്പോൾ ആ സാധനങ്ങളും എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കായി പങ്കുവെച്ച് കൊടുക്കണം. എനിക്ക് ഭയങ്കര അടി ബഹളവും ഒക്കെ ആയിരിക്കും. ഇന്നത് കിട്ടിയില്ല, ഇന്നത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ചേച്ചി കൊണ്ടുവന്നതാണ് ആ വാട്ടർ ബോട്ടിൽ നിഹാരയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനെ അപ്പോഴത്തന്നെ എടുത്ത് തോളിലിട്ടു. അത് വെച്ചിട്ട് കളിക്കുകയാണ്. ധ്രുവർ നിഹാരയ്ക്ക് കൊണ്ടുവന്നതാണ് ആ ഡൈനോസർ. അങ്ങനെ കുറേ സാധനങ്ങൾ ഗിഫ്റ്റ് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിഹാരയ്ക്ക് അങ്ങനെ അവൻ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നായിരുന്നു. അതും എല്ലാം ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ നിഹാരയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ബർത്ത്ഡേക്ക് ഒന്ന് ഭയങ്കര ഡെക്കറേഷനൊന്നും അല്ല, ചെറുതായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നിഹാരയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ബർത്ത്ഡേ ആണ് അമ്മ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്ന് എടുത്തു തരാനും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമാണ് ഇവിടെ നടക്കാൻ പോണ എന്ന മട്ടിലാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവൾ ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. കാരണം അവളെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മളൊന്നും തന്നെ ആഘോഷിച്ചില്ല. കാരണം മരണമായിരുന്നു ഒരു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കലാപരിപാടികളൊക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് ഇതൊക്കെ സെറ്റപ്പൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയത്. കാരണം ചേട്ടനും ഇവിടെ ഇല്ല. അപ്പോൾ നിഹാരയ്ക്ക് ഒരു സങ്കടമാകുമല്ലോ അവൾ ബർത്ത്ഡേ ആഘോഷത്തിലേക്ക്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഞാനും കൂടിയിട്ട് നമ്മളിതെല്ലാം പറ്റുന്ന രീതിക്ക് തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ബർത്ത്ഡേക്കാർ ഉറങ്ങി വീണിരിക്കുകയാണ്. അപ്പോൾ ഇനി ബിരിയാണി വയ്ക്കുന്ന പരിപാടിയാണ്. ഡെക്കറേറ്റ് ചെയ്ത ശേഷം ഞാൻ ബിരിയാണിക്ക് വെച്ചിട്ട് വന്നപ്പോൾ നിഹാരയും ധ്രുതിയും 2 പേരും വീണിരിക്കുകയാണ്. അപ്പോൾ 2 പേരും സുഖമായിട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു.
അപ്പോൾ അവർ ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളെല്ലാം ശരിയാക്കി എടുക്കാം. ഇങ്ങനെയാണ് ലാസ്റ്റ് എത്തിയിരിക്കുന്നത്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. എന്നിട്ട് എൻ്റെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും ചിക്കൻ കറിയും അതുപോലെ സലാഡും. അപ്പോൾ അമ്മ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ മാങ്ങയും അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ ഇവരിതാ എണീച്ച് ടീംസ് എണീച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹപ്രകടനങ്ങളും പിടുത്തവും അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ത്രില്ലാണ്. ഇവർ 3 പേര് ഒത്തുകൂടിയാൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് പിന്നെ അതാണ് ഒരു ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് തന്നെ ഈ 3 പേര് ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ബഹളം വയ്ക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് നിഹാരയ്ക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ധ്രുവനും ധൃതിക്കും എല്ലാവരും അവർ ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സ്നേഹമാണ് അവരിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ബാക്കി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വച്ചിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിഹാര എടുത്തോണ്ട് കാണിക്കേണ്ടത് കണ്ടോ, ഈ എന്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കണേ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ആയിരിക്കും തന്നെ നമ്മൾ ബിരിയാണി ഫസ്റ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ ബിരിയാണി അവൾ എടുത്തു വെച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാനൊന്നും അറിയത്തില്ല, എന്നാലും പറ്റുന്ന രീതിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും എല്ലാവരും ബിരിയാണി എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചു തുടങ്ങി. അപ്പോൾ ചേട്ടനും അനിയത്തിക്കും ഒക്കെ നിഹാര ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ ഊട്ടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്താ കഴിച്ചു തുടങ്ങി. എല്ലാവരും കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞൊരു 10 അപ്പോൾ 10 കഴിഞ്ഞ് കുറച്ച് ഒന്ന് ഇരുന്ന് എല്ലാം കൂടെ കഴിച്ചൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരുന്നിട്ട് നമുക്ക് കേക്ക് കെട്ടിയാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നിഹാരയും ധ്രുവനും കളിയാണ്. ഒരു കളിയാണല്ലോ ഒരു മെയിൻ ഐറ്റം. അപ്പോൾ ആ പരിപാടി നടക്കണം. പിന്നെ ഞാൻ പാട്ടിട്ട് കൊടുത്തപ്പോൾ ഡാൻസ് കളിക്കാമെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഈ 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ കാര്യം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നിഹാരയ്ക്ക് ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ധൃതി ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സിൻ്റെ വേറൊരു കളറാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ധൃതി ഇടുന്ന ഡ്രസ്സ് ഞാൻ ധൃതിയുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ 2 പേരും മാച്ചിങ് ആണ് ഇപ്പോൾ ഡ്രസ്സിങ്ങും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് ഇതാണ് ഞാൻ നിഹാരയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന കേക്ക്. അപ്പോൾ കേക്കിൻ്റെ പിക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കാത്തു തീമിലാണ് ഞാൻ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തത്. കാരണം കാത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഹാരയുടെ ഏറ്റവും ഫേവറേറ്റ് കാര്യമാണ്. നിഹാരയ്ക്ക് അപ്പോഴേ ഇത് എടുക്കണം, മുറിക്കണം. ഒരു ഫോട്ടോ പോലും എടുക്കാൻ ഇതിന് സമ്മതിക്കുന്നില്ല. അതിൻ്റെ ബഹളവും കരച്ചിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധ്രുവൻ വന്നിട്ടുണ്ട്. ഈ കേക്ക് കണ്ടപ്പോൾ തൊട്ട് അവർക്ക് എടുക്കണം, മുറിക്കണം. അതുകൊണ്ടാണ് ഈ കേക്കിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും പുറത്തെടുക്കാൻ പറ്റില്ലായിരുന്നു. അതിന് ഒപ്പത്തിൻ്റെ ഫ്രിഡ്ജ് വെച്ചു. ഈ കേക്ക് കണ്ടപ്പോഴേ കരച്ചിലുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ്. സന്തോഷമാണ്. ഇത്രയും നേരം സമ്മതിക്കാതിരുന്നിട്ട് കേക്ക് കട്ട് ചെയ്തതിൻ്റെ സന്തോഷമാണ് കണ്ടത്. അങ്ങനെ നിഹാരയ്ക്ക് 2 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിഹാര കേക്ക് കട്ട് ചെയ്ത് ഞാൻ നിഹാരയ്ക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി എല്ലാവരും ക്യാമറയ്ക്ക് പിന്നിലാണ്. അങ്ങനെ ഇതുപോലെ എൻ്റെ കൂടെ വന്നു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി കേക്ക് കട്ട് ചെയ്ത് ഇനി എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പപ്പ ലൈവിലുണ്ട്. വീഡിയോ കോളിൽ പപ്പയെ അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് ചേട്ടന് കാണാൻ പറ്റില്ല. ചേട്ടന് കറക്റ്റ് സമയത്ത് ചേട്ടന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ചേട്ടന് ഫോൺ എടുത്ത് കാണാൻ പറ്റില്ല. നമ്മൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ചേട്ടന് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ച് ചേട്ടന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കേക്ക് മുറിച്ചിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേക്ക് മുറിക്കാനോ എല്ലാവർക്കും കൊടുക്കാനൊക്കെ നിഹാരയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ടു ഹീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ ബർത്ത്ഡേ ആണല്ലോ, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. കാരണം ഇങ്ങനെ കേക്കൊന്നും അവൾ മുറിച്ചിട്ടില്ല അവളെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മുറിക്കുകയാണ് കേട്ടോ. ചേട്ടനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവൾ കഴിക്കുന്നതും ചെയ്യുന്നുണ്ട്. കേക്കിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം. കേക്ക് വേൾഡ് എന്നാണ് നമ്മൾ കേക്ക് എടുത്തത്. സൂപ്പർ കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നാലും അത് ലുക്ക് വൈസ് ആയിരുന്നാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. കേക്കിൻ്റെ കാര്യം പറയാതിരിക്കും പറ്റില്ല. ജസ്നയ്ക്ക് വളരെയധികം സന്തോഷം. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ കേക്ക്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുകയാണ്. അവൾ എല്ലാവർക്കും കൊടുക്കും, അവൾ ബാക്കി വായിലേക്ക് വയ്ക്കും. അങ്ങനെയാണ്, എല്ലാവർക്കും കൊടുക്കും, ബാക്കി അവൾ വയ്ക്കും. അങ്ങനെ ഇങ്ങനെ കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുപോലെ നിഹാരയും നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു.
കാരണം ഈ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഇതല്ലേ. അപ്പോൾ അത് ഭയങ്കര അത് ചെറുതായിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തെങ്കിലും ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ നിഹാരയുടെ ഈ ഒരു ബർത്ത്ഡേ എങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്ത് എനിക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറ്റുന്ന രീതിക്ക് ഇതൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയത്. അപ്പോൾ എല്ലാവരും അമ്മാമ്മയായാലും അച്ചാച്ചനായാലും ചേച്ചി ഇവരെല്ലാവരും വന്നിട്ടാണ്. പപ്പ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കാണുകയാണ് ബാക്കി എല്ലാവരെയും. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ധൃതിയൊക്കെ കഴിക്കുന്നുണ്ട്, കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.